എന്തുകൊണ്ടാണ് ദുബായ് റിയൽ എസ്റ്റേറ്റ് കമ്പാരിറ്റീവ്ലി ചീപ്പായിട്ട് തോന്നുന്നത്? നമ്മുടെ USA UK മാർക്കറ്റിനെ കുറിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്റ്റിൽ നമ്മൾ അണ്ടർ ഡെവലപ്പിംഗ് ലൊക്കേഷനിലാണ്. UAE കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്രെയിൻ മാർഗ്ഗം നമുക്കില്ല. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് മെട്രോ, അതുപോലെ തന്നെ ബസ്സസ്. ഫാസിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ദുബായിക്കകത്ത് വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വരാതിരിക്കുന്നതല്ല, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാര്യം എയർ ടാക്സി പോലത്തുള്ള ദുബായെ ഫാസിനേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ UK US മാർക്കറ്റിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ ഇതിനേക്കാൾ വലിയൊരു ബിഗ്ഗർ മാർക്കറ്റാണ്. ഇപ്പോൾ USA എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പോപ്പുലേഷൻസ് ഉണ്ട്. UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് എന്താണ് പ്രൈസ് ഇൻക്രീസ് ആണ്. നമ്മൾ ഡെവലപ്പിംഗ് ഏരിയാസിലാണ്, അതായത് ജസ്റ്റ് ലൈക്ക് സ്റ്റാർട്ടപ്പ് പോലെ. എപ്പോഴും നമ്മൾ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂ. ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല. ദുബായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GCC യൂണിഫൈഡ് വിസ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. മൊത്തത്തിൽ GCC കൺട്രി കണക്ട് ചെയ്യാനുള്ള ട്രെയിൻസ് വരുന്നുണ്ട്. അങ്ങനെ ലോട്ട് ഓഫ് പ്രോജക്ട്സ് ആണ് ഇവിടെ വരാൻ പോകുന്നത് ഫ്യൂച്ചർ. അങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ.